അമ്മോ അമ്മോ ഇതേ മാമൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചക്കയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചക്ക എടുത്തിട്ടില്ലേ നമുക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടേ ഒന്ന് നേരേക്ക് കഴിഞ്ഞിട്ടല്ലേ മറ്റേത് എടുക്കുക അല്ലേ? രണ്ട് ചക്കല്ല ആ ഒരു മുറിയുടെ ബാക്കി. എന്താ സൂന്യ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ചക്ക ജ്യൂസ് അടിച്ചാലോ? ചക്ക ഷേക്ക് അടിച്ചാലോ? പിന്നെ മധുരില്ലാത്ത പച്ചച്ചക്ക കൊണ്ട് ആരും ഷേക്ക് ഇതില്ലേ നമുക്ക് ഗോതമ്പൊടി ഇട്ടിട്ടേ എന്തെങ്കിലും ഉണ്ടാക്കാം. പറ്റുമോ? പറ്റില്ലേ? അരിപ്പൊടി ഇട്ട് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ഓ എന്താ സൂന് മര്യാദക്ക് ചക്ക നേരേക്ക് വന്നോളൂ എല്ലാവരും. ഒത്തുപിടിച്ചാൽ ഒത്തുപിടിച്ചാൽ ചക്ക തീരും. വേഗം പോന്നു. ഉപ്പുണ്ടാവില്ലേ? എന്താ കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാൻ തോനെടുക്കാൻ പറഞ്ഞല്ലേ എൻ്റെ അടുത്ത്. അടുക്ക് എന്താ ഞാനില്ലേ കൂട്ടാനൊക്കെ ഇപ്പം അങ്ങോട്ട് പോയി. ഇന്ന് ചക്കക്കുരും ചെമ്മീനും തന്നെയാണ് കേട്ടോ കൂട്ടാൻ. നന്നായി കുട്ടിക്ക് കൊടുത്തത്. കുഞ്ഞുണ്ണിയില്ലേ കുറേ നേരത്തെ കണ്ണും കണ്ട് അടിച്ചിട്ട് മിണ്ടണേ ഇല്ല. ഞാനൊരു പേടിച്ചു. ചെക്കനില്ലേ അനങ്ങാതെ നിൽക്കുക കണ്ണും അടച്ചിട്ട്. പിന്നെ പേടിക്കാൻ എവിടേക്കെങ്കിലും പോണോ? വിശേഷം ഒന്നുമില്ല, നൂഡിൽസ് ഇട്ടാണ്ട്. നൂഡിൽസ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ പേടിക്കാതിരിക്കും മാതിരി. ഞങ്ങൾക്കില്ലേ ഇപ്രാവശ്യത്തെ പഴുത്ത ചക്ക, നാളെ പച്ചച്ചക്ക കിട്ടിയിട്ടോ. പഴുത്ത ചക്ക ആദ്യമായിട്ടാണ് മാമൻ്റെ വീട്ടിൽ നിന്ന്. ഇത് നല്ല ചന്തള്ള ചക്കയായിരുന്നു കേട്ടോ. ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കുക്കറിലൊന്ന് ഇട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എന്തെങ്കിലും. എന്താ ഉണ്ടാക്കണം? ഉണക്കച്ചെമ്മീന് വെളിച്ചെണ്ണയിലാ വറക്കണ ആണോ? ചക്ക കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയൊന്നുണ്ടാവും. ചക്ക കാണുമ്പോൾ ആർക്കാ കൊതി വരാണ്ടിരിക്കുക? നല്ല തേന് പോലത്തെ ചക്കയാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റ് വെച്ചിട്ടാ. കൊതിപ്പിക്കുകയല്ല, നല്ല ടേസ്റ്റ്. കുറച്ചൊന്ന് പഴുത്ത് പോയിരിക്കണം കേട്ടോ. പക്ഷെ അത് സാരില്ല. ഇനി മാമയുടെ അവിടെ നിന്ന് ഈ ചക്ക കൊണ്ടുവരണം കേട്ടാ. നല്ല മധുര. തിന്നോക്ക്. ആയിക്കോട്ടെ, കൊണ്ടുവരാം. അത് കഴിയട്ടെ. ഇതൊക്കെ ഇപ്പം ഞാൻ ശരിയാക്കി തരാം. ഇതാ ചക്ക നേരാക്കിയിട്ടുണ്ട്. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ശർക്കര അല്ലേ, നല്ല മധുരമുള്ളതാണ്. എന്നാലും കുറച്ച് മധുരം വേണ്ടേ. ഇപ്പോൾ ഒരു 3 അച്ച് വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കില്ലേ ഒരു തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തട്ടിക്കൂട്ട് എന്ന് പറയുമ്പോൾ അല്ലേ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആവട്ടെ. കുറച്ച് മധുരം വേണം കേട്ടോ. ചക്ക എന്തുണ്ടാക്കിയാലും നന്നാവും പറയും. ചക്ക വെറുതെ എന്താ ശർക്കരയും തേങ്ങയും ചിരവിയിട്ടിട്ട് വേവിച്ച് കൊടുത്താലും കുട്ടികൾ കഴിക്കും കേട്ടോ. ചക്ക എത്ര കഴിച്ചാലും കുഴപ്പമില്ലല്ലോ. ഇതിന് അടപ്പെടുത്തിട്ടെ. ചക്കക്കുരു അല്ലേ, അതിന് ആദ്യം നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് വെറുതെ കടുക് വറുത്തിട്ടിടില്ലേ. ഇപ്പം പിന്നെ പറഞ്ഞു വെച്ചാൽ ആർക്കും വേണ്ട, വെറുതെ ചുട്ട് തിന്നിട്ടുണ്ടോ ഈ? ചുട്ട് തിന്നിട്ടുണ്ട്. ചക്കക്കുരു ശിവരാത്രി ദിവസമല്ലേ ഉറക്കൊഴിക്കാൻ പോകുമ്പോൾ പുളിങ്കുരു ഇത്ര വറുത്ത് വയ്ക്കും. ഇപ്പോഴൊക്കെ പുളിങ്കുരു കഴിക്കുമ്പോൾ പല്ല് വേദനിച്ചിട്ട് വയ്യടി. ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ചെയ്യാ ഇതും കൊണ്ട് വേവിച്ചിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയ നല്ലതാ. സോനി കുരു പെർക്ക് ചക്കക്കുരു കളയണ്ട പെണ്ണേ, ക്യാൻസറിനെ അടക്കം പ്രതിരോധിക്കുത്രേ. എന്താണ് ഈ നേരത്ത് കുളിക്കുന്നത്? ഞാൻ സുകന്യ തടിച്ചു വരുന്നുണ്ട്. ഇതല്ലേ സുകന്യയുടെ അടുത്ത് ജിമ്മിൽ വരാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. അവളില്ലേ രാവിലെ നീക്കേണ്ട മടിക്ക് അവൾ വരില്ല. ഗോതമ്പൊടിയാണ് കേട്ടോ. ഗോതമ്പൊടിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇതാ ചക്കനെ വേവിച്ചു കേട്ടോ. വേവിച്ച് ഇതാക്കണ്ടേ കുക്കറിൽ വേവിച്ച്
നമ്മളത് കൈയിട്ടിട്ട് കുഴക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞത് നമ്മൾ വലിയ ഗംഭീരമായിട്ട് ചെയ്യണമെന്നല്ല. പിന്നെ അതാ കണ്ടോ, നെയ്യിൽ തേങ്ങ വറുത്ത് വെച്ചതാണ്. നമുക്കിന്നേ ചായക്കടി ആയിട്ടായിരിക്കും പോലെ ചായക്കടി ഞാൻ വേറൊരു സാധനം കൂടി ഉണ്ടാക്കി തരാം കേട്ടോ. ഇനി അതെടുത്ത് നമ്മളിത് ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇനി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാക്കാമല്ലോ, അടയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാ കണ്ടില്ലേ, ഇത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ചൂടുണ്ട്, അതുകൊണ്ടാണ് കൈയും കൊണ്ട് എടുക്കാത്തത്. വേഗം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മളവിടെ പട്ട വെട്ടി വെക്കുന്നുണ്ട്, അപ്പോൾ അതടുക്കാനും ഇതിനൊക്കെ കൂടണം. എന്താട്ടാ, പണ്ട് അച്ചമ്മയൊക്കെ ഉള്ള സമയത്തേ ചക്ക ഒരൊറ്റൊന്നും കളയില്ല. ഇപ്പോൾ ചക്ക ആർക്കും വേണ്ടല്ലേ. ചക്ക ആർക്കും വേണ്ടാത്ത, ആർക്കിപ്പോൾ 4 ദിവസം ചക്ക ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ചക്കയോടൊന്നും പൂതിയൊന്നും ഉണ്ടായില്ല. ചക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും തിന്നും. എല്ലാവരും ഉണ്ടാക്കിയേ കഴിക്കട്ടോ. പിന്നെന്താണെന്ന് അറിയോ, ഇതിലൊരു 2 സ്പൂൺ നമ്മൾ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചക്ക ഉടയുണ്ടല്ലേ അറിയാം. ഞാൻ ഇതും കൊണ്ട് ഉടയ്ക്കാത്തത് കൊണ്ടാണ്. ഉണ്ട്, ഞാൻ ഉടച്ചിങ്ങനെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച്. ഇപ്പം അത് മറ്റേത് ഫ്രിഡ്ജിൽ വെക്കണ്ടേ. കണ്ടോ ഉടഞ്ഞുടഞ്ഞ് പോണത് അല്ലേ. ഇനി ഞങ്ങൾ ചക്കയൊക്കെ വരട്ടി വെക്കും കേട്ടോ. ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞല്ലേ, ചക്ക വരട്ടിയതും കൊണ്ട് നമുക്കില്ലേ നമ്മുടെ സുഖിയൻ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. സുഖിയൻ ഉണ്ടാക്കണം അതേപോലെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കണ്ടോ, ചൂടുണ്ട് കേട്ടോ. ചെറിയൊരു രീതിയിൽ കിട്ടിയോ. ദോശക്കല്ല് കേട്ടോ. നമ്മളിതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമാക്കി ഞാൻ പറഞ്ഞത് ഇതൊരു തട്ടിക്കൂട്ടാണ്, പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്താ കുമ്പളപ്പം ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ വീട്ടിൽ അമ്മ ഞങ്ങൾ 4 മണിക്കൊക്കെ വരുമ്പോൾ ഓരോന്നേ തരുള്ളൂ കേട്ടോ, കൂടുതലൊന്നും തരില്ല. എന്താ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി തരും. നെയ്യ് ഓരോന്നോരോന്ന് തരുള്ളൂ. പക്ഷെ അത് കട്ടൻ ചായയുടെ കൂടെ, കട്ടൻ കാപ്പിയുടെ കൂടെ, അധികം മധുരമിടാത്ത കാപ്പിയുടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി തരും. കുമ്പളപ്പം ഉണ്ടാക്കാൻ ചിലപ്പോൾ കുറച്ച് നേരം എടുക്കില്ല, ആവിയിൽ പുഴുങ്ങുന്നൊക്കെ ചെയ്യുമ്പോൾ. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും വേണ്ടല്ലോ. ആണോ, കണ്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ ഈ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഉണ്ടാക്കണവർ ഇതൊന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി വെക്കും. ഇത് നമ്മളില്ലേ ഗോതമ്പ് പൊടി മാത്രമല്ല കേട്ടോ, നമ്മുടെ അരിപ്പൊടിയും കൊണ്ടും പറ്റും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ ഗോതമ്പ് പൊടി ഉള്ളതും കൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ മണ്ണിൻ്റെ കൈ പൊള്ളുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. നല്ലൊരു മണം വരുന്നില്ലേ നെയ്യിൻ്റെയൊക്കെ. ഇത് വീട്ടിലത്തെ അമ്മേ ഓരോന്ന് ചെറുപഴം കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കി തരും കേട്ടോ.
ചെറുപഴം വീട്ടിൽ തോനുണ്ട് പറഞ്ഞു വെച്ചാൽ അപ്പോൾ ചെറുപഴം അതേപോലെ അന്ന് മിക്സിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് പച്ചരി അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരും. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ എന്താ എത്ര എണ്ണപ്പലഹാരം കഴിക്കണേക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിന്. ഞാൻ ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഇനി ചക്ക സമയമൊക്കെ ആകുമ്പോൾ ഇത് ചെയ്താൽ നാൾ ഇതേപോലെ ഞങ്ങൾ അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ അനിയത്തി ചെറുപഴം വാട്ടി വെച്ചേക്കണം. നല്ല രസമുണ്ട് ചെറുപഴം. നമ്മളിത് ഉണ്ടാക്കില്ലേ ഏട്ടാ, എന്തെന്നറിയോ, ചക്ക വരട്ടി വെക്കില്ലേ, അതുപോലെ ചെറുപഴം വരട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അത് കോറയിലൊക്കെ ഇട്ടിട്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ, കോറയിലൊക്കെ ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഒരു ചക്കയുടെ ടേസ്റ്റ് വരട്ടി 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 വരട്ടിയിട്ട് ചെറുപഴത്തിൻ്റെ പഴം ശർക്കര ഇട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി വെക്കില്ലേ, അങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെല്ലാവരും ചായ കുടിക്കേണ്ട സമയമായിട്ടില്ല കേട്ടോ. അത് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാന്ന് വിചാരിച്ചു. ഞാൻ പറയില്ല, അവിടെ വിറക് മറുത്ത് എന്താ വെട്ടി കീറിയിടുന്നുണ്ട്, അപ്പം അതെടുത്ത് വയ്ക്കാനുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എന്താണ് എവിടെയാണോ എൻ്റെ കാല് കൊണ്ട് കുത്തിയെന്ന് ഓർമ്മയില്ല. പണിയുടെ ഇടയിൽ കാല് ഇത്ര നീളത്തിൽ ഇവിടെ നിന്ന് ഇത്ര വട്ടത്തിലില്ലേ കല്ലിച്ച് കിടക്കുന്നുണ്ട് ചേട്ടാ. ചോര എന്തെങ്ങനെ പറയുക, ചോര തങ്ങി നിൽക്കില്ലേ, ചോര തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര വേദന. അന്ന് ഞാൻ രാവിലെ വർക്കൗട്ടിന് പോയപ്പോഴേക്കും അവിടെ ചെന്നിട്ട് വീട്ടിൽ പോവുക എനിക്ക് എന്തോ തീരെ അവിടേക്ക് എത്തിയപ്പോഴേക്കും വയ്യാത്ത പോലെ ആയിട്ടോ. എന്താ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നണില്ല. അപ്പം ഇങ്ങോട്ട് ഞാൻ നെയ്യ് ഇതിൽ ഒഴിച്ചു കേട്ടോ. ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. കുറച്ച് നമ്മുടെ പൊന്നൂനൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ സംഭവമൊക്കെ. അതേപോലെ നമ്മുടെ വീട്ടിൽ ഈ പച്ചരി അരച്ചിട്ട് മല്ലിയും ജീരകവും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു അപ്പം ഉണ്ടാക്കിയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അപ്പം. പക്ഷെ അത് ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്താ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചല്ലേ, അമ്മ പറയേ അത് അമ്മിയിൽ അരക്കന്നെ പറയും. അത് മിക്സിയിലൊന്നും അരക്കില്ല കേട്ടോ, അമ്മിയിൽ തന്നെ അരച്ച് എന്താ ഉണ്ടാക്കി തരുമായിരുന്നു. അതിൻ്റെ മണം നമ്മളിവിടെ അത് ഉണ്ടാക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ മണമല്ലേ നമ്മുടെ ഒരു 3-4 വീടിൻ്റെ അപ്പുറത്തേക്ക് എത്തും. അങ്ങനെയായിരുന്നു കേട്ടോ. ഇതിലൊന്നും അമ്മ ആട്ടുകല്ലിലൊന്നും അരക്കില്ല, അമ്മിയിൽ തന്നെ അരച്ചുണ്ടാക്കും. ചെറിയുള്ളിയും ജീരകവും മല്ലിയും കറിവേപ്പിലയും ഒക്കെ പോടിട്ട് അരച്ചിട്ട് പച്ചരി തേങ്ങയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അത് ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. എന്താ അതേപോലെ തന്നെ ഏട്ടൻ്റെ മേമി ഉണ്ടാക്കും നന്നായിട്ട്. സുകന്യ വാ, ചായ മുട്ടക്കറി അതൊന്ന് കഴിച്ചു നോക്ക്. തേങ്ങയും കൊണ്ട് ദോശ. തേങ്ങയും കൊണ്ടല്ല സൂര്യ, എന്താണ് ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കുക? മാങ്ങയും കൊണ്ടാണ്. ഇന്ന് ട്യൂഷനല്ലേ, ചായ വെക്കരി. ഇപ്പം ഉണ്ടാക്കിയല്ലേ അങ്ങനെ ഉണ്ട്, കഴിച്ചിട്ട് പറ ടേസ്റ്റ് പറ. ആ ചൂടുണ്ടാവാതിരിക്കുക. പിന്നെ ഇതെന്താ പഴങ്കഞ്ഞി വിചാരിച്ചോ? പകുതി വാണേ തിന്നോ, രസമുണ്ടോ? കഴിച്ചു നോക്ക്. നന്നായിട്ടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു പറ. നന്നായില്ല പറഞ്ഞ അവിടുന്ന് പോവാൻ സമ്മതിക്കില്ല ഞാൻ. രസല്ലേ? പിന്നെ അതാ ഉണ്ട്, അതയിലിരുന്നോ പാവം. അതിന്റെ വായയിൽ വെച്ച് കൊടുത്തിട്ട് എന്നാന്നും പറഞ്ഞിട്ട് വേഗം കള്ളത്തറക്കാടിയിട്ട് കൊണ്ടേക്കല്ലേ ചായക്ക്. ഒരു അമ്മായിയുടെ അവിടുന്ന് ഒരു ചക്ക കിട്ടിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും എപ്പോഴും നമ്മൾ ആവിയിൽ ഇങ്ങനെ ഇതാക്കല്ലേ, അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ നെയ്യിൻ്റെയൊക്കെ നല്ല ടേസ്റ്റില്ലേ ഇത്. എങ്ങനെയെന്ന് മനസ്സിലായോ? നമ്മൾ ചക്ക വേവിക്കുക ശർക്കര ഇട്ടിട്ട് ചക്ക വേവിച്ചിട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ആ ചക്ക വേവിച്ചതും പാടെ കൂട്ടുക. നെയ്യിൽ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട്
അതിലിട്ടിട്ട് ഇളക്കുക. എന്നിട്ട് അത് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഇതിലില്ലേ നെയ്യും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. അപ്പം അതിൻ്റെ ആ ഒരു നല്ല മണം അറിയണില്ലേ? നിനക്ക് ഇഷ്ടമായോ? ഞാൻ പിന്നെയും ഞാൻ കുറച്ചിട്ട് വരാന്ന്. അപ്പേക്കും കഴിയൂട്ടോ. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴേക്ക് തീർന്നോളൂ. അപ്പേക്ക് അത് വേണമെങ്കിൽ ഒന്നെടുത്തീ ഇനി അവ കൂടെ പോകുമ്പോൾ നടന്നു പോകണ്ടേ? നടന്നു പോകുമ്പോൾ തിന്നിട്ട് വെക്കോ. ഇതും കൊണ്ട് എന്തായാലും പ്രേതം വരില്ല. ഈ ചായ വെച്ചോ? നിന്റെ പണിയാണ് ചായ. ചായ വെക്കേണ്ട എവിടേക്ക് പോയിരുന്നു? ടാറ്റ ബൈ. നാളെ ഈ സമയത്ത് വന്ന നാളെ വേറെ വെറൈറ്റി തരാം. നാളെ സുഖിയനടി. കുറെ ദിവസമായി കുട്ടികൾ സുഖിയ വേണം പറയുന്നത്. പാവം. ഇന്ന് ചോറും കൂടി വെക്കണ്ട കേട്ടോ നമുക്ക്. ചോറടക്കണ്ട്. അല്ല ചോറുണ്ട്. ചോറ് ഞാൻ ഒന്നിച്ച് വെച്ചു രാവിലെ. ഈ വിറകില്ലാത്തടത്ത്. പിന്നെ ഒന്നാമത് എന്താണെന്ന് പറയുക, രാവിലെ വെള്ളച്ചോറുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ചോറിൻ്റെ ബാക്കി ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ സുനിയെ കുറച്ച് അരി ഇട്ടിട്ടോന്ന് 3 അരി ഇട്ടിട്ടൊക്കെ അവള്. അപ്പം രാവിലെ എന്തായി? വെള്ളച്ചോറായി. എന്നിട്ടത് രാവിലെ ഉച്ചയ്ക്കും കൂടി വെള്ളച്ചോറ് തിരണ്ട് വന്നു. നീ കാരണല്ലേ ഞാനും കൂടി വെള്ളച്ചോറ് തിന്നത്. കഴിഞ്ഞല്ലോ. എന്ത് പലഹാരം? അതാണ് പലഹാരം. ഞാൻ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കണില്ല. തടി കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ എല്ലാവരും അല്ലേട്ടാ. കാണുന്നവരൊക്കെ പറഞ്ഞ തടി കുറയ്ക്കണ്ട. കാരണം എന്താ വെച്ചാൽ പ്രസി ഈ ഹൈറ്റിന് ഈ തടി വേണമെന്ന്. അത് പറഞ്ഞാൽ ഇനി ആര് പറഞ്ഞാലും കുറയ്ക്കില്ല. എല്ലാവരും സുകന്യ തടി കുറയ്ക്കുക പറയുന്നുണ്ട് ഇല്ലേ? ഇവിടെയല്ലേ ഏട്ടാ തടി കുറയ്ക്കണ്ട്? സുകന്യക്ക് ആ തടി വേണം. സുകന്യക്ക് ആ തടി വേണം. തടി വേണം. കണ്ടോ, എനിക്കിട്ട് താങ്ങാണ്. നമ്മളേ ചായ അത് പൊട്ടിക്കരുത് കേട്ടോ. ചായക്ക് വെച്ചൊന്ന് 3:15 3:30 എവിടെയുള്ളൂ കേട്ടോ. അതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ചായയുടെ പരിപാടിയും കഴിച്ച് പലഹാരത്തിൻ്റെ പരിപാടിയും കഴിച്ചു. അച്ചുട്ടിയെ, കുഞ്ഞച്ചൻ വരുമ്പോഴേക്കും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് കമ്മിയാക്കി വെച്ചേക്കണേ. അല്ലേ വേഗം ഉണ്ടാക്കൽ നടക്കും കേട്ടോ. എല്ലാവർക്കും ഓരോന്നോരോന്നും മതി. ഓരോന്നോരോന്ന് തന്നെ കഴിക്കുള്ളൂ. ചക്കടെ ഈ നെയ്യിൻ്റെയൊക്കെ മണം കാരണേ അടുത്തൊരു വഴി കൂടെ പോകണമെന്ന് ചോദിക്കുന്നു. എന്താ ഇന്ന് നല്ല പണിയാണല്ലോ എന്നുള്ളത്. അത് നല്ല പണി തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ചക്കയൊക്കെ കിട്ടുമ്പോൾ കളയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലേ എന്തായാലും അവർ കഴിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ആദ്യം ഇടയ്ക്കിടയ്ക്ക് എണ്ണക്കടി വാങ്ങിയിരുന്നതാണ്. ഇപ്പോൾ നമ്മളല്ലേ എണ്ണക്കടിയേ വാങ്ങണ്ട. എന്താ വെച്ചാൽ എൻ്റെ ഏട്ടനൊക്കെ പറയാൻ തുടങ്ങി, എണ്ണക്കടി ഇങ്ങനെ കൊടുക്കണ്ട കുട്ടികൾക്ക്, നന്നല്ല എന്നുള്ളത്. ഏട്ടൻ്റെ ഇല്ല, മാങ്ങല്ല. ഞാൻ മാങ്ങുള്ളത് നുറുക്കി അച്ചാറിട്ടു. ഇന്ന് നമ്മൾ ചെമ്മീനും ചക്കക്കുരു മാങ്ങയും പാടെ കറി വെച്ചു. മുട്ടക്രോസ് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ചെമ്മീൻ വറുത്തു. അപ്പോൾ 2 മാങ്ങ നമ്മൾ മനസ്സിലെടുത്തിട്ട് മൂച്ചിന്ന് പറിച്ചിരുന്നു. ആ മാങ്ങ നമ്മൾ എന്ത് കാട്ടിയെന്നറിയോ? അച്ചാറിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര അച്ചാറ് വേണം എന്നുള്ളത്. അപ്പോൾ ഇതാ കഴിഞ്ഞു. ലാസ്റ്റത്തേന് കേട്ടോ അത്. ഇതൊരു കുറച്ച് നെയ്യായി. ഞാൻ ശരിയാക്കി തരാം. മധുരം ഇട്ടിട്ടില്ല, ഞാൻ പഞ്ചസാര ഇട്ടില്ല. ചായപ്പൊടി ഇട്ടു, പാലൊഴിച്ചു. കണ്ട കളറും അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിലല്ലേ അത് ഞാൻ കുറച്ച് നെയ്യായതും കൂടെ കൂടുതലിട്ടതാ. എന്താണെന്നറിയോ? നെയ്യിൻ്റെ ചൊയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമല്ലേ? നെയ്യിൻ്റെ ഇങ്ങനെ മുരിഞ്ഞിട്ട് അതിൻ്റെ ചൊയ ഭയങ്കര ഇഷ്ടമാണ്.
അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ദോശ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് നെയ്യ് തോരെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കും കേട്ടോ. ഇപ്പം പിന്നല്ലേ നെയ്യ് കുറച്ചായിട്ട് ഈ 100ൻ്റെ വാങ്ങുക. മറ്റേത് നമ്മുടെ ഇവിടെ അടുത്തൊരു കടയിൽ വീട്ടിലുണ്ടാക്കണ നെയ്യ് ഉണ്ട് കേട്ടോ. ആ നെയ്യ് വാങ്ങിയിട്ട് വരും, കുട്ടികൾക്കൊക്കെ കൊടുക്കണം നല്ലതാണ് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ അമ്മൂട്ടിക്കാണോ വെച്ചാൽ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. വെറുതെ കഴിക്കും. ഈ ആദ്യമൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്തൊക്കെ നെയ്യ് ഒഴിച്ച് തരുമായിരുന്നു കേട്ടോ. വീട്ടിലത്തെ അമ്മയൊക്കെ വീട്ടിൽ പശുവുള്ള സമയത്ത് നമ്മുടെ നെയ്യ് എന്നിട്ട് വെണ്ണ അല്ലേ, തൈരിൻ്റെ വെണ്ണ ഇങ്ങനെ കഞ്ഞിയിൽ ഇങ്ങനെ ഒഴിച്ച് തരും കേട്ടോ. നല്ല രസമാണ്. അതുപോലെ ആദ്യ സമയത്തൊക്കെ പശുവുള്ള സമയത്ത് പാൽക്കഞ്ഞി പറഞ്ഞിട്ട് പാൽക്കഞ്ഞി ഉണ്ടാക്കി തരാം. എനിക്ക് ഇഷ്ടേയില്ല അതിൽ കഞ്ഞിയിൽ പാൽ ഒഴിച്ചിട്ട് തരുന്നത് ഇഷ്ടേയില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യമൊക്കെ കിട്ടുള്ളൂ. അതിങ്ങനെ ഏട്ടന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇഷ്ടമാണ്. എനിക്ക് പാൽ ഒഴിച്ചിട്ട് കഞ്ഞി ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണോ? നിങ്ങളാരെങ്കിലും? ചിലവർക്കൊക്കെ ഇഷ്ടമായിരിക്കില്ലേ. ഏട്ടൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി തരാം കേട്ടോ. അതേപോലെ അമ്മ പാൽച്ചോറ് ഉണ്ടാക്കുമായിരുന്നു. അതും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടോ എൻ്റെ ഒരു ഇത് ഇപ്പോൾ ഇവിടേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വന്നില്ലേ. ഇന്ന് ഞാൻ പറയുകയാണ് കേട്ടോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക തന്നെ വേണം കേട്ടോ. അല്ലേ? അതെ അതെ അതെ. കാരണം ഇനി ചക്കയുടെ കാലമാണ്. ചക്ക കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരം അതിലിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എൻ്റെ അമ്മ വിളിച്ച് ചീത്ത പറയും, മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ചക്കയും കൊണ്ടെന്ന്. ഇനി നമുക്കിതാ ഇത്രയും ഇട്ടിരിക്കുന്നു. നമ്മൾ പകുതി എടുത്ത് ഇത്രയും. പിന്നെ ഇത് നാളെ നമുക്ക് വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഗോതമ്പിൻ്റെ അരിയില്ലേ, ഗോതമ്പിൻ്റെ അരി എന്ന് പറയുന്നത് ഇതല്ലേ. എന്താ നുറുക്ക് ഗോതമ്പില്ലേ, നമ്മൾ കഞ്ഞി വെക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ്. അത് ഉപ്പുമാവുണ്ട്. ഇത് കൂടെ നമ്മൾ ഇത് കഴുകിയിട്ട് ഒരു പകുതി വേവാകുമ്പോൾ വെറുതെ ചക്ക നമ്മൾ നുറുക്കിയിടുക. പച്ചയില്ല പഴുത്ത ചക്ക നുറുക്കിയിട്ട് കഴിഞ്ഞിട്ട് ശർക്കര ഇട്ട് തേങ്ങ ഇട്ടിട്ടില്ലേ വെറുതെ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടാ. അത് അറിയാത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ തേങ്ങാപ്പാലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ പച്ച തേങ്ങ എവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. അത് തേങ്ങ നല്ല ചിരവി ഇട്ട് കഴിഞ്ഞാലേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് കാണിക്കണോ? സുകന്യേ ഈ എവിടെ കൂട്ടിട്ട് പൊന്നു വെച്ച് തിന്നൂലേ? അയ്യോ ഇത് തെറ്റിയിരിക്കണം എൻ്റെ കുട്ടി. നമ്മുടെ പൊന്നെ എന്തിനാ തെറ്റിയിരിക്കണു? ചക്ക ഞാൻ തരേ. ചക്ക തരോ തെറ്റാൻ പാടില്ല. ചക്ക തരാ കുട്ടിക്ക് ചുടുക്കരുള്ളൂ. ചക്ക വേവിച്ചത് തെറ്റമ്മ. ചക്കപ്പം തെറ്റമ്മ. തെറ്റിയിരിക്കാനൊക്കെ ആയി ഇപ്പോ. തെറ്റിയിരിക്കാനൊക്കെ ആയി അപ്പോ. എൻ്റെ ഒക്കെ ഇന്ന് രാവിലെ അച്ചു കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഗോപിക്കുറിയൊക്കെ ഇട്ടിട്ട് ഇന്ന് രാവിലെ എവിടച്ച പോയി എന്നിട്ടിതാ പായസം കൊണ്ടുവന്നിട്ട് എൻ്റെ കുട്ടി. അമ്മയ്ക്ക് തന്നില്ലല്ലോ. അമ്മയ്ക്ക് തന്നില്ലല്ലോ. തന്നോ? അതായിരിക്കും പായസം. അത് ഈ ചാർത്ത പായസക്ക് വേണ്ട. ഇന്ന ഈ മാല വേണം നിനക്ക്? അത് ചായ ഇല്ലാതെ ചായ ഒരു ലഹരിയടി. അച്ഛൻ 3 മണിക്കാണ്, മകൻ 3:30 വരെയെങ്കിലും സമയം തരുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചു. എങ്ങനെയുണ്ട് പ്രിയേ? നന്നായിട്ടുണ്ടോ? കണ്ട. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.